ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താന്ന് നോക്കിയാലോ. ഞങ്ങളൊക്കെ ചെറുതില് അമ്മ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിലുണ്ടാക്കി തന്നിരുന്ന ഒരു കറിയാണ്. നമ്മുടെ തൊടിയിലൊക്കെ കാണുന്ന ചീര ഉണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ട് തോരൻ വെച്ച് തരികയാണ് ചെയ്യാറ്. ഇന്ന് അത് തന്നെ ഒന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ഇല പൊട്ടിച്ച് അവിടെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിട്ട് 4-5 ചീനമുളക് വേണം. നമ്മുടെ മുളകിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ചട്ടി വെച്ചതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കൂടെ നമ്മുടെ ചീനമുളക് ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ കുറച്ച് ഇട്ട് കൊടുക്കണം, നല്ലതാട്ടോ. പെട്ടെന്ന് നമുക്ക് ഉള്ളി വാടി കിട്ടും. വാടി വരട്ടെ. അതായത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഇല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ തിളച്ച വെള്ളത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ തേങ്ങേൻ്റെ ഒരു രുചി അതിൽ കിട്ടും. അത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴായാലും നമ്മൾ വെള്ളം തിളച്ചിട്ടാണല്ലോ റവയൊക്കെ ഇട്ട് കൊടുക്കുക. ആ സമയത്ത് വെള്ളത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉപ്പുമാവിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ ചീരയൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ചീരേൻ്റെ എല്ലാ തോരൻ വെച്ച് കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അമ്മ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചീരേൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന് എന്താ കഴിക്കാൻ വേറെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ചീരേൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ പൊടി കൂന്തലാണ്, അത് ഉണക്കലാണ് കേട്ടോ. ഇന്നലെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ രാവിലെ താളും പൂളയും വേവിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ മത്തി മുളക് ഇട്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.